ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് 12 പോർട്ടൽസിന് എനർജി ഒരുപാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷിഫ്റ്റൊക്കെ ഇങ്ങനെ ചേഞ്ച് ആവുമെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമുക്ക് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ പല രീതിയിലും എനിക്കൊക്കെ റൈറ്റ് സൈഡിലാണ് കുറച്ച് പെയിൻസും ആ ഒരു കടച്ചിലൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇന്നർ മാസ്കുലിൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെയും നമ്മളോട് ഡെവലപ്പ് ചെയ്യാനും കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 12 പോർട്ടൽസിൻ്റെ എനർജി നോക്കാം. 12 പോർട്ടൽസ് വരുന്നു, സ്റ്റാർട്ട് ആവുന്നുണ്ട് എനർജീസൊക്കെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. മൂണോളജി കാർഡും ഉണ്ട്, അതുപോലെ തന്നെ ടാരോ കാർഡ്സും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടാരോ നോക്കിയതിന് ശേഷം മൂണോളജിയിലേക്ക് പോവാം. ഓക്കെ. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് 12 പോർട്ടൽ ഈ ഒരു കൊല്ലത്തെ ലാസ്റ്റ് പോർട്ടലാണ്. അപ്പോൾ എന്താണ് ലാസ്റ്റ് പോർട്ടലിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഓക്കെ. യൂണിവേഴ്സ് 8 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഒരുപാട് നാളായിട്ട് ദീർഘമായിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് പറയുന്നു. ഉടനെ തന്നെ വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ. നെക്സ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ്. യെസ്, നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. 1-1 ആയിരുന്നു ഞാനിത് പറയുമ്പോൾ ടൈം റെക്കോർഡിങ്ങിൻ്റെ. അത് മാനിഫെസ്റ്റേഷൻ ആകാൻ പോകുന്നു, അല്ലെങ്കിൽ അവരെ ഒന്നുകൂടി മെച്ചുവേർഡായിട്ട് നിങ്ങളടുത്തേക്ക് ഒരു സ്റ്റേബിൾ കണക്ഷനായിട്ട്. മുന്നേ ഒന്നും അധികം സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് രണ്ട് പേർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നുണ്ടാവില്ല. ഇപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് പ്രണയമായിട്ട് അവർ കുതിരപ്പുറത്ത് വരിക. ദാറ്റ് മീൻസ് മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ, പക്ഷേ നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട് ഒരു കപ്പ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ നല്ലൊരു പ്രണയം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് സോഡിയാക് സൈൻസ് പറയുകയാണെങ്കിൽ എർത്ത് സൈൻസും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കപ്പ് എനർജി വാട്ടർ സൈൻസും പറയുന്നുണ്ട്. പിന്നെ 10 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് മീൻസ് കണ്ടോ നല്ല എനിക്ക് റിയൂണിയൻ റീകൺസിലേഷൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 12 പോർട്ടൽസ് എനിക്ക് തോന്നുന്നു ഈ ഒരു ജേർണിയിൽ വന്നിട്ട് ഒരു 3-4 ഇയേഴ്സൊക്കെ ആയവരല്ല, അല്ലെങ്കിലും നോർമൽ റിലേഷൻഷിപ്പിൽ പോകുന്നവർക്കാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു പ്രണയം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഹീലിങ്സ് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സെൽഫ് കെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കൂ. 10 ഓഫ് കപ്സ് എനർജി, നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പാർട്ട്ണർ വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് കാർഡ് നോക്കാം. എംപറർ ആണ്. നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ ആണ് കേട്ടോ. പക്ഷെ പുറത്ത് അങ്ങനെ ആയിരിക്കില്ല. പുറത്ത് ഭയങ്കര റൂഡായിട്ടും ആ ഒരു പവർ അതോറിറ്റിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുട്ടികളെ പോലെ ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു പവർ അതോറിറ്റിയിലാണ് ആ ഇരിക്കുന്നത്. കണ്ടില്ല, അവരുടെ ഫേസ് ഒക്കെ കണ്ടില്ല ഭയങ്കര. അതുപോലെ ഈ താടി വൈറ്റ് പറയുന്നത് അധികം നല്ല നോളേജ് വിസ്ഡംസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ. ദാറ്റ് മീൻസ് ഒരുപാട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഏജ് മേ ബി 35 to 40 അങ്ങനത്തെ ഒരു 35+ ആയിരിക്കാം. അത്രയും മെച്യൂരിറ്റി, അതുപോലെ ഒരുപാട് ലെസൺസും എക്സ്പീരിയൻസസും ഉള്ളൊരു പേഴ്സണെയാണ് കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് അത്രയും എക്സ്പീരിയൻസസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ. അത്രയും സോൾ ലെവൽ, അപ്പോൾ നിങ്ങൾക്ക് ഏജ് അങ്ങനെ ഇല്ലെങ്കിൽ സോൾ ലെവൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സൺ ആവാനും ചാൻസസ് കാണിക്കുന്നത് 4 ആണ്. എംപറർ. ഓക്കെ. ഏസ് ഓഫ് വാൻസ് ഒക്കെ നല്ല കാർഡ്സാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇടയിൽ നിന്ന് എടുക്കുന്നതാണ്. ഹൈ പ്രീസ്റ്റസ് എനർജി. നമുക്ക് ബോട്ടം നോക്കാം. ഡെത്ത് ആണ് കാണിക്കുന്നത്. ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നല്ല കാർഡ് തന്നെ ഡെത്ത്. ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത്ര നാളും ഒരു ഇതിൽ വന്ന് നോക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു എനർജി, ഇപ്പോൾ ഇന്നത്തെ എനർജി ഇരുന്നിട്ട് യൂണിവേഴ്സ് എനിക്ക് അത് വേണം, അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നീ നിൻ്റെ ലെവൽ നോക്കൂ, നീ നിൻ്റെ എനർജി നോക്കൂ, നീ നിൻ്റെ എനർജി അവിടെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നീ ചോദിക്കുന്നത് എനിക്ക് തരാൻ സാധിക്കും. ഇല്ല, നീ ഉയർത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് നീ ചോദിച്ചു തരാൻ സാധിക്കില്ല. ബിക്കോസ് ആ ഒരു എനർജി തരേണ്ടത് ഒന്നുകൂടി വൈബ്രേഷൻ ഹൈ ആയിട്ടുള്ളവർക്കാണ്. അതാണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് എൻ്റെ കാർഡ് കാണുന്നുണ്ടോ? ഹൈ പ്രീസ്റ്റസ് മീൻസ് നിങ്ങളുടെ എനർജി ഒന്നുകൂടി വൈബ്രേഷൻസ് ഉയർത്തണം. എംപ്രസ് ആൻഡ് എംപറർ, നിങ്ങൾ രണ്ടുപേരും കിങ് ക്വീൻ ഭയങ്കരമായിട്ട് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള 2 പേരെ കാണിക്കുന്നു. എനിക്കിതൊരു ട്വിൻ ഫ്ലെയിം എനർജി കാണിക്കുന്നു, അല്ലെങ്കിൽ ഹൈലി സോൾമേറ്റ്സ് എനർജി കാണിക്കുന്നു. അല്ലെങ്കിൽ സാധാരണ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ഭയങ്കര കണ്ടൻറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ഭയങ്കര ഇൻറ്റ്യൂട്ടീവായിട്ടും ഒരുപാട് പേര് നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആകേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ കാണാൻ ലുക്കിലോ അല്ലെങ്കിൽ നോളേജ് വൈസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജി പറയുമ്പോൾ ഭയങ്കര ഇൻറ്റ്യൂട്ടീവാണ്. തേർഡ് ഐ ചക്രയൊക്കെയാണ് മെയിനായിട്ട് പറയുക. ഈ ഹൈ പ്രീസ്റ്റസ് ഇൻറ്റ്യൂട്ടീവായിട്ടുള്ളൊരു ലേഡിയാണ് കാണിക്കുന്നത്. മൂൺ എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ 2 സൈഡ്സും ഉണ്ടെങ്കിൽ ഇനി നിങ്ങളോട് പറയുന്നത് ഒരു കാര്യമാണ്,
ഒന്ന് ഹീലാകും. നിങ്ങളുടെ എനർജി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ആൻഡ് ഏസ് ഓഫ് വാൻസ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്റ്റെപ്സ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. ഏസ് ഓഫ് വാൻസ് നല്ല രീതിയിലുള്ള തുടക്കങ്ങൾ, ഫ്രഷ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ട് വളരെ ഗ്രോത്ത് കൊണ്ടുവരികയാണ്. കുറേ ഇലകൾ, ആ ഒരു വടിയും എങ്ങനെയാണ് ഇലകൾ ഉണ്ടാവുക, ചെടികളിലാണല്ലോ ഇലകൾ തളിർക്കുക. അപ്പോൾ ഈ ഒരു വാൻസുമ ഇലകൾ തളിർക്കുന്നുണ്ടെങ്കിൽ അത്രയും ഗ്രോത്ത് ഇല്ലാന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഗ്രോത്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഏത് എനർജിയാണോ കാണുന്നത്, ഫെമിനിൻ ആണോ മാസ്കുലിൻ ആണോ, നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർത്തുക. ഓക്കെ. ആൻഡ് ഡെത്താണ് പറയുന്നത്. ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ട്രാൻസ്ഫോർമേഷൻസ് ആണ് ലൈഫിൽ വരുന്നത്. ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം, വലിയ ബിഗ് ഷിഫ്റ്റ്. മേ ബി നിങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ജോലി ആയിരിക്കാം, പക്ഷേ ഫിനാൻഷ്യൽ നല്ല രീതിയിൽ സാലറി കിട്ടുന്നത് കൊണ്ട് സ്ട്രെസ് എടുത്തൊരു ജോലിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ മാറ്റുകയാണ് യൂണിവേഴ്സ്. പല സിറ്റുവേഷൻസ്, തർക്കങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പല സോൾ കോൺട്രാക്ട്സ് തന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾ പുഷ് ചെയ്ത് മാറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കാൻ നോക്കരുത്. കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൻ്റെ ഫ്ലോ അനുസരിച്ച് മാറുക. ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ. കാരണം നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർന്നു വരുമ്പോൾ ചിലർ പറയാറുണ്ട്, ചേച്ചി എനിക്ക് ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്ത് പോകുന്നതായിരുന്നു, പെട്ടെന്ന് എനിക്ക് എന്താ പറയുക റിസൈൻ ലെറ്റർ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ജോലി പോയ സിറ്റുവേഷൻസ് വന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഹീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, 7 ചക്ര ചെയ്യാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു വൈബ്രേഷൻസ് ഉയർന്നല്ലേ. അപ്പോൾ ആ ഒരു വൈബ്രേഷന് പറ്റിയ ജോലിയല്ല അത്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് ഉയർന്നതനുസരിച്ച് നിങ്ങൾ യൂണിവേഴ്സ് ഇങ്ങനെ സ്ഥലം മാറ്റം പോലെ പല പ്ലേസിൽ നിന്ന് മാറേണ്ടി വരും. അത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളതിനെ പിടിച്ചു ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഡെത്താണ്, ട്രാൻസ്ഫോർമേഷൻസ്, ചേഞ്ച്, ഷിഫ്റ്റ്, ഇതൊക്കെ പറയുന്നതാണ് കേട്ടോ. ഡെത്ത്, ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, ഇതൊക്കെ നിങ്ങൾക്ക് മുകളിലത്തെ ചക്രാസൊക്കെ നിങ്ങൾക്ക് വർക്ക് ആവുന്നത് കാണാം. ത്രോട്ട് ചക്ര നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹാർട്ട് ചക്ര, ക്രൗണൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുക. കാരണം സണ്ണാണ് ഉദിച്ചു വരുന്നത്. സണ്ണെന്ന് പറഞ്ഞാൽ അതെ വെളിച്ചത്തെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. നിങ്ങൾ എന്താണ് ഫ്രണ്ട്സൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിച്ച പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഏസ് ഓഫ് വാൻസ് ആണ്. നിങ്ങളൊരു സ്റ്റെപ്പ് വയ്ക്കൂ, ബാക്കി സ്റ്റെപ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് എന്തായാലും കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളത് പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഏജ് ആർക്കാന കാർഡ്സിൻ്റെ റീഡിങ്സ് വരുന്നത്. യെസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർട്സ്. 10 ഓഫ് സോർട്സ് ഒക്കെ തിരിഞ്ഞിട്ടുണ്ട്. 10 ഓഫ് സോർട്സ് ഒക്കെ പറഞ്ഞാൽ ചത്ത് ജീവിക്കുന്ന പേഴ്സണാണ്. പക്ഷേ എനർജി നിങ്ങൾ റിയലൈസ്ഡായി നിങ്ങൾ എന്താണോ നിങ്ങൾ ഈ എനർജിക്ക് കൊണ്ടുപോകുന്നത് അതിൽ നിന്ന് നിങ്ങൾ റിവേഴ്സാണ് കാണിക്കുന്നത്. നിങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങി. വേണ്ടാത്ത കണക്ഷൻസ്, വേണ്ടാത്ത ഭാരങ്ങളൊക്കെ ലീവ് ചെയ്ത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പാതയിലേക്ക് വന്നു. ഒരുപാട് പേര് ഒരിക്കലും സ്പിരിച്വലി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ലൈഫും മാറ്റി അല്ല, നിങ്ങളുടെ ലൈഫിൽ നിന്നുകൊണ്ട് ഒന്നുകൂടി വിസ്തത്തോടെ ജീവിക്കുക. കുറ്റപ്പെടുത്തിയവരെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാനൊരു വീഡിയോ കണ്ടു, ഒരു പേഴ്സൺ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്തോ ക്ലാസ്സിൻ്റെ പേര് പറഞ്ഞു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, എന്നും ഞാൻ ഭാര്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാരണം അവളെ ഞാൻ എൻ്റെ ശരിയിലാണ് നിർത്തിയിരുന്നത്. അപ്പോൾ ഞാനാണ് ശരിയെന്നാണ് എപ്പോഴും ചിന്തിക്കുക. പക്ഷേ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു 2 പേര് അവരുടേതായിട്ട് ശരികളുണ്ട്. അപ്പോൾ നമ്മളിൽ ഫിക്സ് ആക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഇതിലേക്ക് അവരെ പിടിച്ചു കൊണ്ടുവരുന്നത്. എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുക. അവർ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വ്യൂ ഉണ്ട്, അത് റെസ്പെക്റ്റ് ചെയ്യുക. ഭാര്യയുടെ വ്യൂ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ഏതാണോ നല്ലത് 2 പേരും സംസാരിച്ച് കോംപ്രമൈസൊക്കെ ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഹസ്ബൻഡ് തെറ്റ് പറഞ്ഞാലും അതന്നെ ശരി എന്ന് അങ്ങനെ, അതിപ്പോൾ വൈഫിൻ്റെ കേസാണെങ്കിലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഏതാണോ ശരി ആ ചേഞ്ചസ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് വിസ്റ്റംസ് വരും. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിൽ പോകും. ഓക്കെ. ഇനി നമുക്ക് മൂണോളജി കാർഡ്സ് നോക്കാം കേട്ടോ. ഈ മൂണോളജി കാർഡ്സ്, മൂണോളജി ഒറാക്കിൾ കാർഡ്സ് ഒരുപാട് നമുക്ക് നമ്മുടെ ഷാഡോ സെൽഫ് ചൂണ്ടിക്കാണിച്ച് തരും. ഞാനിങ്ങനെ മൂണോളജി കാർഡ്സൊക്കെ ഇടുമ്പോൾ അധികം പേര് കാണാറില്ല. സ്പിരിച്വലി പോകുന്ന ആൾക്കാർ കാണാറുണ്ട്. അവർ വിചാരം മൂണോളജി കാർഡ്സൊക്കെ പറയുമ്പോൾ അത് അധികം അത്ര നല്ലതല്ല. ഒരുപാട് നമ്മുടെ ഷാഡോ സെൽഫ് നമുക്കൊരു ടെൻഷനിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഇവിടെ അങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരുന്നതാണ് മൂണോളജി കാർഡ്സ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഓക്കെ. യൂണിവേഴ്സ് എന്താണ്? 12 പോർട്ടൽസ് ഇവർക്ക് ഒരുപാട് ചേഞ്ചസും ട്രാൻസ്ഫോർമേഷൻസും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇവരുടെ ഏത് ഷാഡോ സെൽഫാണ് ക്ലിയർ ആക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് മെസ്സേജസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? യെസ്, ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? നോക്കൂ, ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. ന്യൂ മൂൺ, ഇപ്പോൾ ഒരു ന്യൂ മൂൺ കഴിഞ്ഞല്ലേ സാജിറ്റേറിയൻസിൽ. എഗെയിൻ ന്യൂ ആണല്ലോ. എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ന്യൂ മൂൺ ഇൻ ലീബ്ര.
ബാലൻസ് ആണ് പറയുന്നത്. ഞാനിവിടെ ഒരു കാർഡ് കാണിച്ചത്, നൈറ്റ് ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ. ഇതൊരു ഇന്നർ ചൈൽഡ്, ഒരുപാട് ഹീലായിട്ടുള്ള പേഴ്സണെ കാണിക്കുന്നത്. അവർ വന്നു കഴിഞ്ഞ് തിരിച്ചു പോവില്ല, പക്ഷെ വരാൻ സമയം പിടിക്കും. ബിക്കോസ് അവരത്രയും മെച്ചുവേർഡായി എല്ലാ കാര്യത്തിലും പ്രോസ്പെറസ് ആയിട്ടാണ് വരിക. കണ്ടോ, ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് മീൻസ് ലീബ്ര. ഒരു എയർ സൈനാണ് കാണിക്കുന്നത് കേട്ടോ. കാണാനില്ലേ, നിങ്ങൾക്ക് പുതിയ ഒരു, ഇപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് എന്തുകൊണ്ടാണ് ബ്രേക്ക് ആയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് ഹാർട്ട് ചക്ര കംപ്ലീറ്റ്ലി ഹീൽഡ് ആണെങ്കിൽ നല്ല കണക്ഷൻസ് ആണ് വരിക കേട്ടോ. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. പുതിയൊരു സ്റ്റാർട്ട് ലൈഫിൽ വരുന്നുണ്ട്. എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റ്. ഇപ്പോൾ കുറച്ച് എനർജീസ് ഹെവി ആവുന്നുണ്ട്, ലോ ആവുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി ചേഞ്ചസ് വരുന്നുണ്ട്. മൊമെൻറ്റം ഗ്രാജുവലി 12 പോർട്ടൽസ് ഒക്കെ കഴിയുമ്പോഴേക്കും അതൊന്നും ബാലൻസ്ഡ് ആകുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ബാലൻസ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒരു മൂഡ് സ്വിങ്സ് ആവുന്ന ചിലർ പറയണേക്കും, എന്തുകൊണ്ടാണ് അറിയുന്നത്. ശരിക്കും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. അത് ഇരുന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഞാനിവിടെ ഡെയിലി ജേർണലിങ് ചെയ്യും. ഓരോ ടോപ്പിക്ക് ഉണ്ട്. ഞാനൊരു സൈക്കോളജി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ഡെയിലി ജേർണലിങ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഞാനും ഇരുന്ന് എനിക്കും ഹീൽ ചെയ്യാനുണ്ടായിരിക്കും. ഇരുന്ന് ഡെയിലി ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യണം. ഹീലേഴ്സ് ആണെങ്കിൽ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും സ്റ്റേബിളായിട്ട് എനർജി നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഡെയിലി ജേർണലിങ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മസ്റ്റ് ആഡ് ചെയ്യുക. ഞാൻ മാജിക്കിൻ്റെ ഡേ 13 വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങളതൊക്കെ കണ്ട് നിങ്ങൾ ഹീൽ ചെയ്യാതെ നിങ്ങൾ എത്ര പൂജയോ എത്ര ചരട് കെട്ടിയിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ ഉള്ളിലത്തെ എനർജിയാണ് അതിനെ പോയിട്ട് തട്ടുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെ വൈബ്രേഷൻ ലോ ആണെങ്കിൽ നിങ്ങൾ എത്ര വലിയൊരു ആസ്ട്രോളജറിൽ നിന്ന് തന്നിരുന്ന സാധനം യൂസ് ചെയ്താലും അതിൻ്റെ എനർജി കുറച്ച് കഴിഞ്ഞാൽ ഡിമ്മാവും. പക്ഷെ നിങ്ങളെപ്പോഴാണ് കംപ്ലീറ്റ്ലി ഉയരുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കാം. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഫസ്റ്റ് കാർഡിൽ തന്നെ ഹാർഡ് വർക്കിംഗ് അല്ലേ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ എല്ലാ ഹാർഡ് വർക്കും ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വിതച്ചത് കൊയ്യുന്ന സമയമാണ്. ആക്ഷൻ്റെ കാർഡ് നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു. ആക്ഷൻ എടുക്കൂ. ആൻഡ് നിങ്ങളെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ലെവൽ 1155 ആണ് ചേഞ്ചസിനെയും ബിഗിനിങ്സിനെയാണ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. സറണ്ടർ, കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക. കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുക. നിങ്ങളുടെ പാട്ട് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് കൊടുക്കൂ. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റേതായിട്ട് വഴി കാണിച്ചു തരും. ആൻഡ് ഇനിയും എന്തെങ്കിലും റിലീസ് ചെയ്യാനുണ്ടെങ്കിൽ ചോദ്യമാണ്, വാട്ട് ഡു യു നീഡ് ടു റിലീസ്. നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഇരുന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം 5 മിനിറ്റ് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആർക്കെങ്കിലും ഫോറിനേഴ്സ് ഇനിയും കൊടുക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ പേര് എഴുതി വെച്ചിട്ട് ഹോപ്പനോപ്പോ ടെക്നിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ അവരോട് കാണിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഫ്രണ്ട് വന്ന് ഹെൽപ്പ് ചെയ്തു, പൈസ വാങ്ങി തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അല്ലെങ്കിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അവരോട് നിങ്ങൾ നന്ദി പറഞ്ഞിട്ട് അവർ ഓർത്ത് നന്ദി പറയാറുണ്ട്. എല്ലാവരും ഓർത്ത് നന്ദി പറയുക കേട്ടോ. അങ്ങനെ അതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മാജിക് 28 ഡേ ചലഞ്ചസിൽ ചെയ്യുന്നത്. കാണുന്നവർ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. ഫുൾ മൂൺ. ഓക്കെ, നമ്മളുടെ മൂണോളജിയുടെ ബോട്ടം ഡെക്ക് പറയുന്നത് ഒന്നും നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. നമ്മൾ ചേഞ്ച് വരുമ്പോൾ ചേഞ്ച് ആവാതെ ഞാൻ മാറുമെന്നല്ല, എനിക്ക് ഇതുതന്നെ മതി അങ്ങനെ പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് ചേഞ്ച് ഇതിനെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ അടുത്ത സോൾ കോൺട്രാക്റ്റ് വരുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണം. പെട്ടെന്ന് നമുക്ക് എബ്രോഡിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് മുന്നേ അത് വരാറുന്നത്? കാരണം നിങ്ങളുടെ ആ ഒരു കാർമിക് അക്കൗണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ എത്തിയാലാണ് അവരുമായിട്ടുള്ള കാർമിക് കോൺടാക്ട്സ് നടക്കുള്ളൂ. കുറേ പേര് നാട്ടിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോയി പിന്നെ റിലേഷൻഷിപ്പായ ഒരു മാരേജ് സിറ്റുവേഷൻസ് ഉണ്ട്, അതുവരെ അവർ കണ്ടിട്ടില്ല, പക്ഷെ അവിടെ പോയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഓരോ എല്ലാത്തിനും ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിനാണ് കാണേണ്ടവർ കാണുന്നതും ഒക്കെ നടക്കുന്നത്. അതിപ്പോൾ മോശമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ കുറേ പേര് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയി അവിടെ ജയിലിൽ കിടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ സോൾ കോൺട്രാക്റ്റ് ആ ഒരു ഇവരുമായിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ പോകണം. കർമ്മയിൽ നിന്ന് ഓടിപ്പോകാൻ സാധിക്കില്ല. അപ്പം നമ്മൾ എല്ലാവർക്കും കർമ്മ ഉണ്ടായിരിക്കും. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് പോവുക. കാരണം കണ്ടില്ലേ കുറേ ആക്സിഡൻറ്റ്സ്, പല രീതിയിലുള്ള പ്രോബ്ലംസ് ഇപ്പോൾ വരുന്നത് കണ്ടില്ലേ. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നിങ്ങളുടെ കർമ്മ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ചേഞ്ചസ് വരുമ്പോൾ നിങ്ങൾ മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മാറാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് സോഡിയക് സയൻസ് ഉണ്ട്, ടോറസ് എന്നൊക്കെ പറയുന്നത്. എർത്ത് സയൻസിനൊക്കെ കുറച്ച് പെട്ടെന്നൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ കുറച്ച് ഈഗോ ആൻഡ് മടിയാണ്, ലേസി ഉള്ളവരാണ്. അപ്പോൾ മാറ്റം വരുമ്പോൾ നല്ലതായിരിക്കും. നല്ല മാറ്റത്തിന് നിങ്ങൾ ഉൾക്കൊള്ളുക.
മാറുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് 12 പോർട്ടൽസ് കൊണ്ടുപോയി ഒരുപാട് റിലേഷൻഷിപ്പ് ലക്ക് വരുന്നു, ഫിനാൻഷ്യൽ ലക്ക് വരുന്നു, നിങ്ങളുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ആകുന്നു, ഒരുപാട് നല്ലൊരു എനർജിയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 12 പോർട്ടൽസ് മുന്നേ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് അപ്പോഴേക്കും മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. ഇന്നത്തെ ഡേ 13 വിഷൻ ബോർഡ് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, ഡ്രീം കം ട്രൂ, എങ്ങനെ നിങ്ങളുടെ വിഷസ് എങ്ങനെ സത്യമാക്കാം എന്നുള്ള വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കേൾക്കുക, ഫോളോ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. എന്നെ കോൺടാക്ട് ചെയ്യുക നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്. കൂടാതെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഉണ്ട്, ഒരുപാട് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരെ ചക്രാസൊക്കെ അലൈൻമെൻറ്റിലല്ല, നിങ്ങൾ അലൈൻമെൻറ്റിൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ചക്രാസാണ് ഓരോ ദിവസം ഹീൽ ചെയ്യുക. 7 days ആണ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന് പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ കർമ്മ റിലീസിങ്, അതുപോലെ സബ് കോൺഷ്യസ് ഹീലിംഗ്, അത് സൂപ്പറായിട്ട് കാര്യമാണ്. ഒരുപാട് നിങ്ങളുടെ കുറേ ഫാമിലി ലൈനിൽ നിന്ന് കിട്ടിയതും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ കുറേ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീവ്സ് അതൊക്കെ മാറ്റിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ചട്ടക്കൂട് നിന്ന് കടന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫീനിക്സ് പക്ഷിയെ പോലെ പറക്കാനുള്ള ഒരുപാട് ടെക്നിക്സാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഹീലിങ്സും പ്ലസ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന സർവീസസ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ടാരോ കോഴ്സസ് ഉണ്ട്, ടെലഗ്രാം ചാനലിലാണ്. ഫ്രീ മീൻസ് നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ പഠിക്കാം. 3 months ഒരു 3 months നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. നിയർലി 1 month മതി. അതിനുശേഷം 10 days പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ സോൾ പർപ്പസ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.